മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. എൻ്റെ അമ്മോ, അപ്പോൾ വല്ലാതെ റഷായിട്ടുള്ള റൈഡേഴ്സൊന്നും ഈ ബാധിക്കില്ല കേട്ടോ. കാരണം കുറച്ച് ഹെവി റോഡാണ് മേലേക്ക്, അധികം വീതിയില്ല. അപ്പോൾ അച്ഛന്മാരെ മുകളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ 2 ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ 4:15 ക്ലോസിംഗ് ടൈം ആയിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി വനത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് കേട്ടോ. വനത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് ഒരു ശിക്ഷാർഹമാണ് എന്നൊരു ബോർഡോടെ കാണുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. ഇത് ഫോറസ്റ്റിലാണ്. ആന പറഞ്ഞല്ലേ, ആന പറഞ്ഞ വെറൈറ്റി. അപ്പോൾ വല്ലാതെ റഷായിട്ടുള്ള റൈഡേഴ്സൊന്നും ഈ ബാധിക്കില്ല കേട്ടോ. കാരണം കുറച്ച് ഹെവി റോഡാണ് മേലേക്ക്, അധികം വീതിയില്ല. കാണുന്ന ഒരു വീതി മാത്രമേ ഉള്ളൂ മുകളിലേക്ക് പോകാൻ. വേറെ ഒരു 2 വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡാക്കി കൊടുക്കാൻ കുറച്ച് പണിയാണ്. കാരണം ഈ സൈഡിലൊക്കെ കണ്ടോ വലിയ കുണ്ടാണ്. മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. എൻ്റെ അമ്മോ, വയനാടോ അതിനപ്പുറം ഫീലിംഗ് വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോണാണ്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടപ്പോൾ നല്ല ശ്രദ്ധ. ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം. നല്ല ചീടിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കക്കയം ഡാമിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇനിയും കുറച്ചധികം ദൂരങ്ങളുണ്ട്. ഏകദേശം താഴെ നിന്ന് ബാലുശ്ശേരി കഴിഞ്ഞ ഉടനെ ഏകദേശം കക്കയത്തിൻ്റെ താഴെ നിന്ന് 15 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. 15 കിലോമീറ്ററും എന്ന് പറയുന്നത് സ്ട്രൈറ്റ് വേ അല്ല, ഇതുപോലുള്ള ചെറിയ ചെറിയ ഹെയർ പിന്നുകളാണ് നമുക്ക് കയറി പോകാനുള്ളത്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മളിതിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ആയിരിക്കും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക. ഫ്രണ്ട്സ്, നമുക്ക് 2000-ലധികം ഫീറ്റ് ഉയരത്തിൽ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ 1000 ഒക്കെ കടന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിവിടെ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു കേട്ടോ. തൂർന്ന ഒരു കാട് എന്ന് തന്നെ പറയാം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. കക്കയം ഡാം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഗൂഗിളിൽ പിക്ചർ കണ്ടു കേട്ടോ. പിക്ചർ കണ്ട സമയത്ത് ഡാമിൻ്റെ ഭാഗത്തുള്ള പിക്ചറുകളാണ് കണ്ടത്. ഇത് എന്ന് പറയുന്നത് കുത്തനെയുള്ള ഒരു കയറ്റമാണ്. കുത്തനെയുള്ള ഹെയർപിൻ കയറ്റങ്ങൾ നമ്മൾ സാധാ ഹെയർപിന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ
കാട്ടിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം അത് ലഭിക്കുന്നു എന്ന് നമുക്കറിയില്ല. നമുക്കിവിടെ ശരിക്കും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഒരുപാട് ഈ കിളികളെ, അതുപോലെ തന്നെ ചെവിടിൻ്റെ ശബ്ദം ഭയങ്കരമാണ്, ചെവിടിൻ്റെ ശബ്ദങ്ങളുണ്ട്. പിന്നെ ഈ കാറ്റുകളിൽ, ചെറിയ ചെറിയ കാറ്റുകളിൽ മരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ശബ്ദങ്ങളുണ്ടല്ലോ, അതും നമുക്ക് ഇവിടുന്ന് കേൾക്കാം. ഇടയ്ക്ക് ഒരു ആരൊക്കെയോ മൂടുന്ന രീതിയിലുള്ള ശബ്ദങ്ങളുണ്ട് കേട്ടോ. ഞാനും അച്ഛനും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഈ കക്കയത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള അതായത് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്ന് പറയാം ഈ കക്കയം ഡാമും പരിസരവും ഒക്കെ. എന്തായാലും അത് ഇപ്പോൾ നമുക്ക് ആ ഒരു പേര്, ആ ഒരു സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഹാപ്പി. അപ്പോൾ അച്ഛനെ മുകളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ 2 ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ 4:15 ക്ലോസിംഗ് ടൈം ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4:15 ക്ലോസിങ്, മേലെ 5 മണിയാണ് ക്ലോസിങ്. അതിന് മുന്നേ നമുക്ക് താഴേക്ക് ഇറങ്ങണം. ഇവിടെ മലബാർ വന്യജീവി സങ്കേതത്തിലേക്ക് സ്വാഗതം എന്നുള്ള ചെറിയ ബോർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മച്ചാൻ ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 2 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേഗം മേലേക്ക് പോവാം. വഴിക്ക് നിന്ന് ഇനി സമയം കളയാൻ, വീഡിയോ ഒന്നും പിടിക്കാൻ സമയം കളയാൻ, നേരെ പോയിക്കോളൂ. 5 മണി വരെ സമയമുള്ളൂ. 5 ഭാഗ്യത്തിന് എണ്ണം കിട്ടാം.
ഓക്കെ.